കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞു. സ്റ്റാർബക്സിന് സമീപമാണ് അപൂർവമായ സംഭവം ഉണ്ടായത്. ദീപക് മലയമ്മയുടെ വിശദാംശങ്ങളുമായി. ദീപക്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ പ്രതിഭാസം എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ നമുക്കില്ല. പക്ഷേ ഏതാണ്ട് 200 മീറ്ററോളം ദൂരത്തേക്ക് കടൽ ഉൾവലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. നേരത്തെ തിര എത്തുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ചളി കെട്ടിക്കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തിര കാണണമെങ്കിൽ ഏതാണ്ട് 200 മീറ്ററോളം കടലിലേക്ക് അങ്ങോട്ട് നോക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ശക്തമായ തിരയില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രതിഭാസത്തെ എന്താണ് വിളിക്കുക എന്ന് നമുക്ക് വ്യക്തതയില്ല. അതിലൊക്കെ ഇനിയിപ്പോൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇന്നാദ്യമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. ഇവിടെ തന്നെ ഇവിടെയുള്ള ആളാണ്. ആദ്യമായിട്ടാണ്. എന്താ സംഭവം ഇതിലിപ്പം ആര്യ, ഇതിനെ എങ്ങനെ വിശദീകരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കും പരിമിതികളുണ്ട്. ഒരു വശത്തേക്ക്, അതായത് ഇവിടെ സ്റ്റാർബക്സ് ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. എന്ന് വെച്ചാൽ സൗത്ത് ബീച്ചിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഒരു ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തോളം ഇങ്ങനെ പൂർണ്ണമായും കടൽ ഉൾവലിഞ്ഞു പോയിരിക്കുന്ന സാഹചര്യമുള്ളത്. നേരത്തെ ഒരു ചാകരയൊക്കെ നമ്മൾ കണ്ട ഇടവും കൂടിയാണിത്. അന്ന് വലിയ രീതിയിലുള്ള മാന്തലിന്റെ ചാകരയൊക്കെ കണ്ടിരുന്നു. നമ്മളത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് സ്ഥലമല്ലേ? ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ ഭരണകൂടം? അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ്. കാരണം മുന്നറിയിപ്പുകൾ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ വരാറുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പ്രതിഭാസമാണോ, ഇപ്പോൾ മാത്രം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണോ എന്നുള്ളത് സംബന്ധിച്ചും നമുക്ക് തന്നെയാണ് ഇവിടെ എത്തിയ എല്ലാവരും പറയുന്നത്. നിലവിൽ മത്സ്യത്തൊഴിലാളികളൊന്നും അങ്ങനെ തമ്പടിച്ചു നിൽക്കുന്ന ഒരു ഏരിയ കൂടി അല്ല എന്ന് പറയേണ്ടത്. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? ഇവിടെയുള്ള ആൾക്കാരുണ്ടോ? ആണോ? ഇങ്ങനെ കാണാറുണ്ടോ? ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ജസ്റ്റ് കടലിലാണ്. കടലില്ല. കടല് കാണാൻ വന്നവർക്ക് കടലില്ല എന്നുള്ള വിഷമമുണ്ട്. നിങ്ങളൊക്കെ എവിടെ ഉള്ള ആളാണ്? വയനാടാണ്. കടലില്ലാത്തടത്തു നിന്ന് വന്നാണ്. അപ്പൊ നോക്കിയപ്പോൾ കടലാണ്. ഇവിടെ വെള്ളമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ട്. അതായത് അവരൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങി വെള്ളത്തിൽ കളിക്കണമെന്നൊക്കെ വിചാരിച്ച് വന്നവരൊക്കെയാണ്. പക്ഷെ അവർക്ക് വെള്ളമില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ചകലത്തിൽ വേസ്റ്റ് അടിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വേസ്റ്റാണ് ഏറെക്കുറെ ഈ ഭാഗത്തെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോയി കാണിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. കാരണം ഇത് വലിയ രീതിയിലുള്ള ചെളിയാണ് ഈ പ്രദേശത്തൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് കടലിൽ തിരിച്ചു വരുന്നത് നോക്കി നിൽക്കുന്നവരാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ഉള്ളവരെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവരൊക്കെ ഫോണെടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ആ തിരയൊന്ന് അടിച്ചിങ്ങോട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ തിരയുടെ ശബ്ദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമോ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയും വരും. എന്തായാലും ഈ ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വരുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ലാത്തതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോഴിക്കോട് ബീച്ച് ഹോട്ടലിൻ്റെയൊക്കെ ആ പരിസരത്തേക്ക് നോക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം നിലവിലുള്ളത്. പൂർണ്ണമായും കടൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപകട സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക. കോഴിക്കോടാണ് കടൽ ഉൾവലിഞ്ഞത്.